ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നലെ ഒരു 2 വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 9 വയസ്സ് പ്രായം വരുന്ന കുട്ടികൾക്കുള്ള സ്ട്രാപ്പ് ഡ്രസ്സും പിന്നെ ഒരു സ്കേർട്ടും ടോപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാൻ ഞാൻ ചെയ്യാം കേട്ടോ. സ്ട്രാപ്പ് ഡ്രസ്സ് ഫുൾ ലെങ്ത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ താഴെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പാണ് കേട്ടോ. ക്രേപ്പിൽ നല്ലൊരു ക്രേപ്പിലുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല ഷിഫോണിൻ്റെ ഒക്കെ ആ ഒരു ഇതൊരു നല്ല കുഴഞ്ഞ് നിൽക്കണം. നമ്മളിപ്പോൾ ഫ്രില്ല് കൊടുത്താലും അതുപോലെ തന്നെ പിന്നെ എലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കുഴഞ്ഞ് നിൽക്കും. നല്ല എന്താ പറയുക, പ്ലീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു രീതിയിലുള്ള മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 മീറ്റർ ക്ലോത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫ്രില്ലിടാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര മെറ്റീരിയലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഫ്രില്ലിടുന്നത് കൊണ്ടാണ് 2 മീറ്റർ, എന്താ പറയുക, അത്യാവശ്യം നല്ല തിക്കിൽ ഫ്രില്ലിട്ടിട്ടുണ്ട് താഴ്ഭാഗം. ഈ ഒരു സ്ട്രാപ്പ് ഡ്രസ്സ് നമുക്ക് കുറേ മോഡലിൽ ചെയ്യാം കേട്ടോ. നമുക്ക് യോക്ക് മുതൽ ഫ്രില്ലിട്ടിട്ട് ആദ്യത്തെ പാർട്ടിൽ ഫ്രില്ല് കുറച്ചിട്ടിട്ട് പിന്നെ താഴെ വരുന്ന ഒരു 2-3 സ്റ്റെപ്പായിട്ട് ചെയ്യുക. താഴെ വരുന്ന ഫ്രില്ല് കുറച്ച് കൂടുതലായിട്ട് ഇടുക. പിന്നെ ഏറ്റവും താഴെ വരുന്നത് അത്യാവശ്യം നല്ല ഫ്രില്ലിട്ടിട്ടുണ്ട് കുറച്ച് ഫ്ലെയറിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും എന്നാൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ട്രാപ്പ് എലാസ്റ്റിക്കിലും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് എലാസ്റ്റിക് വെച്ചിട്ടില്ല. പിന്നെ മെറ്റീരിയൽ മാത്രം തയ്ച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അതിൽ. പിന്നെ എലാസ്റ്റിക് വെച്ചിട്ട് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ സ്കേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് സിമ്പിളായിട്ടാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, പ്ലീറ്റ് കൊടുത്തിട്ടൊന്നുമല്ല, എലാസ്റ്റിക് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങിൽ ബിഗിനറായിട്ടുള്ള ആളുകൾക്ക് എന്താ പറയുക, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ ഇത്. വലിയ റിസ്ക്കുള്ള രീതിയിലൊന്നുമല്ല, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാത്തത്. ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.